2025 മുസിരിസ് ബിനാലെ ആഘോഷങ്ങൾക്കൊരുങ്ങി ഫോർട്ട് കൊച്ചി. ബിനാലെയിലെ കലാപരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. നിരവധി പേരാണ് ബിനാലെ ആസ്വദിക്കാനായി എത്തുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കലാപ്രദർശനത്തിന് അങ്ങനെ അരങ്ങൊരുങ്ങിയിരിക്കുന്നു കൊച്ചി മുസരിസ് ബിനാലെ. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഒരുപാടധികം കലാസൃഷ്ടികളാണ് ബിനാലയിൽ ഒരുക്കിയിട്ടുള്ളത്. നിരവധി കലാ ആസ്വാദകർ ഇവിടെ അതൊക്കെ കാണാനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും നമുക്ക് കൊച്ചി ബിനാലയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. സമകാലിക കലയുടെ അന്താരാഷ്ട്ര പ്രദർശനം. ചായങ്ങൾ ചേർത്ത, ആശയങ്ങൾ തുന്നിച്ചേർത്ത കുപ്പായങ്ങൾ പോലെ മനോഹരമായ കലാവിഷ്കാരം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തുറന്നുകാട്ടലുകൾ കൂടിയാണ് കൊച്ചി മുസരിസ് ബിനാലെ. സാംസ്കാരിക സെക്രട്ടറി വേണു വാസുദേവൻ IAS ആണ് കൊച്ചി മുസരിസ് ബിനാലെ എന്ന ആശയത്തിന്റെ ഉടമ. 2012 ആരംഭിച്ച കൊച്ചി ബിനാലെയുടെ യാത്ര 13 വർഷങ്ങൾക്കിപ്പുറം നീണ്ടുകിടക്കുന്ന മനോഹരമായ ചരിത്രം കൂടിയാണ്. എല്ലാ വർഷത്തെയും പോലെ ബിനാലെ ദിവസങ്ങൾ ആഘോഷിക്കുന്നതിന്റെ ആവേശത്തിലാണ് കലാസ്വാദകർ. പ്രോഗ്രാം നല്ലായിരുന്നു, എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്, എല്ലാം നല്ല രസമുണ്ട് കാണാൻ. കഴിഞ്ഞ വർഷം വന്നു, അതിനെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്, എല്ലാം ഭയങ്കര മോഡേണൈസ് ആയിട്ടുണ്ട്. ബിനാലയില് നമ്മള് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ പഴയ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരുപാട് നമുക്ക് അറിവ് കിട്ടുന്ന രീതിയിലും ഒരുപാട് കാര്യം അവർ കോയിൻ ചെയ്തിട്ടുണ്ട്. കുറേ പിക്ചേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാളേഷൻസ് ആണെങ്കിലും പിന്നെ കടലിൻ്റെ അടിയിലത്തെ ചെടി അതൊക്കെ വളരെ അട്രാക്റ്റീവ് ആണ്. Definitely it's different from കഴിഞ്ഞ വർഷത്തെ. പക്ഷേ definitely I think Binale is a very important part of Kochi. The artwork is very good. The ഫോമാറ്റ് യൂസ് ചെയ്തതിന് എൻ്റെ ഒരു ഇതിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഫോമാറ്റ് അനുസരിച്ച് ഇറ്റ്സ് മേ ബി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും. കൂടുതൽ പ്രോഗ്രാംസ് പറയുമ്പോൾ മേ ബി മോർ ഓഫ് പെർഫോമൻസസ് അങ്ങനെ വരാനാ സാധ്യത എന്ന് എൻ്റെ ഒരു ധാരണ. മുസരിസ് ബിനാലെയുടെ 6ാം പതിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 110 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ബിനാലെ 2026 മാർച്ച് 31 സമാപിക്കും. ബിനാലെ ആഘോഷങ്ങൾക്കിടെ ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപ് പകർത്തിയ ചിത്രങ്ങൾക്കൊപ്പം വിജിത. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.